നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. പോയി സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് പഠിപ്പിക്കാൻ വാ. പാകിസ്ഥാന് വെറുതെ ഇരിക്കുമ്പോൾ ഇന്ത്യ ഒന്ന് ചൊറിയണമെന്ന് തോന്നും, എന്നിട്ട് കണക്കിന് തിരിച്ച് വാങ്ങിയിട്ടും പോകും. ഇപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം വഖഫ് പ്രശ്നത്തിൽ ഇടപെടാൻ അല്ല, തലയിടാൻ വന്ന പാകിസ്ഥാന് ഇന്ത്യ കണക്കിന് കൊടുത്തുവിട്ടിട്ടുണ്ട്. ഏപ്രിൽ 8 മുതൽ പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി നിയമം ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു. എന്നിരുന്നാലും നിയമനിർമ്മാണത്തിനെതിരെ എതിർപ്പുന്നയിച്ച് പാകിസ്ഥാൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഇന്ത്യ ഇപ്പോൾ അത് വ്യക്തമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. നമുക്ക് പാകിസ്ഥാന്റെ പ്രസ്താവന എന്താണെന്ന് കൂടി നോക്കാം. ഇന്ത്യയുടെ വഖഫ് ഭേദഗതി ബിൽ 2025 പള്ളികളും ആരാധനാലയങ്ങളും ഉൾപ്പെടെയുള്ള മുസ്ലിം സ്വത്തുക്കളെ ലക്ഷ്യം വെക്കാനുള്ള ശ്രമമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷൗക്കത്ത് അലി ഖാൻ നടത്തിയ പ്രസ്താവനയാണ് ഇന്ത്യ തള്ളിക്കളഞ്ഞത്. ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഇന്ത്യ പലതവണ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ വഖഫ് ഭേദഗതി ബിൽ 2025 പള്ളികളും ആരാധനാലയങ്ങളും ഉൾപ്പെടെയുള്ള മുസ്ലിം സ്വത്തുക്കളെ ലക്ഷ്യം വെക്കാനുള്ള ശ്രമമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷൗക്കത്ത് അലി ഖാൻ നടത്തിയ പ്രസ്താവനയാണ് ഇന്ത്യ തള്ളിക്കളഞ്ഞത്. ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഇന്ത്യ പലതവണ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പാകിസ്ഥാന്റെ മോശം ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നിട്ടും സമുദായ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമനിർമ്മാണമായ വഖഫ് നിയമത്തെ അവർ വിമർശിക്കുന്നു. ഇന്ത്യയുടെ മറുപടി കൂടി നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറച്ച സ്വരത്തിൽ തന്നെ പറയുന്നു. പകരം ന്യൂനപക്ഷ അവകാശ ലംഘനങ്ങളുടെ മോശം റെക്കോർഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇസ്ലാമാബാദിനെ ഉപദേശിച്ചു. ഇതാണ് വടി കൊടുത്ത് അടിവാങ്ങുക എന്ന് പറയുന്നത്. ഒരു വടി തന്നിട്ട് അടിച്ചോ എന്ന് പറഞ്ഞ ഇന്ത്യ എന്താ ചെയ്യുക? സ്വന്തം കാര്യം നോക്കാതെ ഇന്ത്യയെ ചൊറിയാൻ വരുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം പരിപാടിയാണ്. എന്തായാലും പാകിസ്ഥാന് വയറ് നിറയെ കിട്ടിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.